ഹായ് ഹലോ, നമ്മൾ ഇന്നൊരു വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ പേര് അനില. ദിസ് ഈസ് മൈ ഹസ്ബൻഡ് നിധി. ആൻഡ് ദിസ് ഈസ് ടുട്ടു, മൈ സിസ്റ്റർ. സോ വി ഗോണ മേക്ക് എ ഷവർമ ടുഡേ ഫോർ ടുട്ടു. അവൾ കുറേ കാലമായിട്ട് പറയുന്നുണ്ട് അവൾക്കൊരു ഷവർമ വേണമെന്ന്. സോ നമ്മളിന്ന് വിചാരിച്ചു എന്നാൽ വീട്ടിലൊരു ഷവർമ ആക്കാന്ന്. സോ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ ഗൈസ്, ഇനി വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഷവർമ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട്, സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ റൊമാലി റൊട്ടി മേടിക്കാനായിട്ട് നമ്മൾ മലയാളിക്കട വരെ പോവാണ്. അവിടെ റൊമാലി റൊട്ടി കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ അതിനായിട്ട് പൊക്കോണ്ടിരിക്കുന്ന വഴിയാണ്. കണ്ടുകൊണ്ടിരിക്കുന്നത് റൊമാലി റൊട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൊമാലി റൊട്ടി കണ്ടുപിടിക്കണം. നമുക്ക് ആവശ്യമുള്ള റൊമാലി റൊട്ടി കിട്ടി, നമ്മൾ പേ ചെയ്യാൻ പോവാണ്. വേറെ പ്രത്യേകിച്ചൊന്നും മേടിക്കാനൊന്നുമില്ല. അപ്പം നമ്മൾ റൊമാലി റൊട്ടിയായിട്ട് വീട്ടിലോട്ട് നടന്നു പൊക്കോണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇതിനുള്ളിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. This is our home. നമ്മൾ വീട്ടിലെത്തി. എൻ്റെ കയ്യിലാക്കി. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. തിരിച്ചു പോയാലോ? ആരുടെ കയ്യിലാക്കി? കിട്ടിയോ? അപ്പൊ വീടിൻ്റെ ഉള്ളിലുള്ള ആള് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ വി ഗോട്ട് ബാക്ക് ഹോം ഫ്രം ദ കട. നമ്മളപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്? ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് കാണിക്കാം. ഇപ്പൊ നിങ്ങളെ കാണിക്കണം. ഓക്കെ, അതൊക്കെ കട്ട് ചെയ്യണേ. എന്ത് കട്ട് ചെയ്യാം? ഓക്കെ, അതൊക്കെ കട്ട് ചെയ്ത് കിട്ടും ഗൈസ്. സോ മാരിനേറ്റ് ചെയ്ത ചിക്കൻ. ഇത് മാരിനേറ്റ് ചെയ്ത ആളെയും കാണിക്കാൻ പറഞ്ഞു. This is my lovely husband and you have done it so well. Thank you so much. ഞാനാണ് അസിസ്റ്റന്റ്. ഓക്കെ, നാനി സഹോദരി. അപ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോണേ? നമുക്ക് എയർ ഫ്രൈ ചെയ്യാം. ഓക്കെ, നമ്മൾ എയർ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. ഈസി പീസി ആയിരിക്കും. അതാകുമ്പോൾ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 20 minutes കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയാൽ പോരെ അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെക്കണം. പച്ചക്കറി കട്ട് ചെയ്യും. പിന്നെ എന്താ ചെയ്യുന്നത് നമ്മൾ? പച്ചക്കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബേജ്, ക്യൂക്കുംബർ, ക്യാരറ്റ് ആൻഡ് ദെൻ വിൽ മേക്ക് ഹോം മെയ്ഡ് മയണൈസ് ഉണ്ടാക്കും നമ്മൾ. പിന്നെന്താ, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പം നമ്മൾ എയർ ഫ്രയറിൽ വെക്കാൻ പോവാണ് ചിക്കൻ. ബട്ടർ പേപ്പർ വെച്ചു. ചിക്കൻ വെക്കാൻ പോവാണോ? ഷെഫാണോ നോക്കുന്നത്? ഷെഫോ? കൊഴകൊഴാന്നിരിക്കുന്നു. ഞാൻ ആക്കിയോണ്ട് പറയാല്ല, ഭയങ്കര ബോറായിട്ടുണ്ട്. സൂപ്പർ സാധനമായിരിക്കും. ഓക്കെ, അപ്പം നിധി നിറച്ച് വെച്ചോണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഫുള്ളായി. എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്തിട്ട് എത്ര സമയം വെക്കും? ഒരു 20 minutes. ഓക്കെ, നമ്മളൊരു 20 minutesലേക്ക് അങ്ങനെ വെക്കും. എന്നിട്ട് പിന്നെ നമ്മൾ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് മറിച്ചിടാം. ആ സമയത്ത് മയോണൈസ് ആക്കാം. എന്താ ചെയ്യണം? വെജിറ്റബിൾ കട്ടിംഗ്. അപ്പോൾ നമുക്ക് 2 ചോപ്പിംഗ് ബോർഡിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ചോപ്പിംഗ് ബോർഡേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതിനെ പച്ചക്കറി കാണിക്കാം. സവാള ഇത് എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഇത് ഈ അരിയും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അരിയാൻ തുടങ്ങി. ആരാണ് നിങ്ങളുടെ ഗുരു? ഞാൻ തന്നെ. ഇത് വലുതായത് മയോണൈസ് റെഡിയായി ഗൈസ്. പച്ചക്കറിയൊക്കെ റെഡി ആയില്ലേ? ഇനി ചിക്കൻ എയർ ഫ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ 6 minute ആയതേ ഉള്ളൂ. നമ്മൾ 20 minute സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇനിയുമുണ്ട്. നമ്മുടെ 20 minutes കഴിഞ്ഞുകൊണ്ട് നമുക്ക് തുറന്ന് നോക്കാം. ഓ നൈസ്. അപ്പർ സൈഡ് നല്ലപോലെ വേവാണ്. 200 അല്ല 180. 180ലാണോ? ഓ 180ലല്ലല്ലോ നീ വെച്ചത്. 180ലാണല്ലോ ഞാൻ വെച്ചത്. ഓക്കെ, സ്റ്റോപ്പ്.
20 minutes. ഇടയ്ക്ക് നമുക്ക് ചൂട് മാറ്റാൻ വേണ്ടി കുറച്ച് മുന്തിരി കഴിക്കാം. മല്ലിയില വേണ്ട. മല്ലിയില വേണ്ട. എന്റെ കഴിവിനെ ഇവിടെ ആരും പ്രോത്സാഹിപ്പിക്കാനില്ല. കഴിവ് കേടിനെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. ഇതൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. സോ അപ്പം നമ്മള് എയർ ഫ്രയറിൽ നമ്മുടെ ചിക്കൻ ഉണ്ട്, നമ്മള് പച്ചക്കറി അരിഞ്ഞു വെച്ചു, നമ്മൾ കുറച്ച് ഗ്രേപ്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇതിന്റെ ഒരു ക്ലോസ് അപ്പ് എടുത്തു കൊടുക്കും. ക്ലോസ് അപ്പ് ഓഫ് അവർ പച്ചക്കറീസ്. ഈ പച്ചക്കറിയാണ് നമ്മൾ ഷവർമയ്ക്ക് ഇടാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, കുക്കുംബർ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഉള്ളിയുണ്ട്, പിന്നെ നമ്മെ ക്യാബേജ് ഉണ്ട്, തക്കാളി കുറച്ചേ ഉള്ളൂ. അതിന്റെ വിഷമാണ് ടുട്ടൂന്ന്. അപ്പൊ അതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴായിരിക്കും നമ്മൾ ഷവർമ കഴിക്കണേ? എപ്പോഴായിരിക്കും നമ്മൾ ഷവർമ കഴിക്കുന്നത്? In 10 minutes. 10 minutes നമ്മൾ we gonna have shawarma. Wow. പിന്നെ നമുക്ക് രാത്രിയിൽ നമുക്ക് വേൾഡ് കപ്പ് കാണാനുണ്ട്. ഇത് നോർവേ ഇംഗ്ലണ്ടിന്റെ മാച്ചാണ്. ആരെ സപ്പോർട്ട് ചെയ്യുന്നേ? ഇംഗ്ലണ്ട്. നോർവേ. ഓ ഷീസ് എ ഹാലൻഡ് ഫാനാണ്. ഫാനിന്റെ വീട്ടിൽ എന്താണ്? ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്യും, കാരണം ലീവ് കിട്ടുവാണെങ്കിൽ എനിക്ക് നല്ലതാണ്. ഓക്കെ ശരി ഗൈസ്. അപ്പം നമുക്ക് ഇതെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട്, ഐ മീൻ ചിക്കൻ ആയി കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കാണാം. ചിക്കൻ ആയും തോന്നുന്നു, ഉറപ്പില്ല. നമുക്കൊന്ന് ഉറപ്പിച്ച് നോക്കാം. അപ്പൊ നമ്മള് റുമാലി റൊട്ടി റെഡിയാക്കാൻ വേണ്ടി പോവാണ്. എത്ര എണ്ണം ചൂടാക്കണ്ടേ? 4 ചൂടാക്കുക. നമ്മള് ഫ്രോസൺ റുമാലി റൊട്ടി വാങ്ങിച്ചാണ് മലയാളി കടയിൽ നിന്ന്. 2 മിനിറ്റ് വെക്കാനാണ് പറഞ്ഞു. ഷവർമയ്ക്ക് വേണ്ടി സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. ചിക്കൻ ആയിട്ടില്ല. അപ്പം നമ്മൾ വിചാരിച്ചൊരു മാംഗോ ബർ കഴിക്കാം. ഇതിക്ക് പക്ഷേ മാംഗോ ബർ വേണ്ട പറഞ്ഞു. സോ ഐം ഗോണ ഹാവ് ഷുഗർ കട്ടാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡിയായി. നിധി അത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലുക്സ് യം. മതിയോ? Oh, it's a pocket shawarma. ഒന്ന് ചൂടാക്കണോ? വേണ്ടല്ലോ. അതിന്റെ ഒന്നുകൂടി അളവായിരിക്കും എല്ലാം കൂടെ. ചിലപ്പോ എണ്ണയായിരിക്കും. Nice. ഇഷ്ടമായോ? ഞാൻ കഴിച്ചില്ലല്ലോ. Do you like it? Too bad. How about you, Numi? Nice. Nice? Wow, okay. So we're gonna enjoy. We'll see you next time. Bye bye.